കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് പണ്ടകശാല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ് പണ്ടകശാലയാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണി, ആറ്റിങ്ങൽ റാണി എന്നും അറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. ഒന്നുകൂടി നോക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് പണ്ടകശാല. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലെ അഞ്ചുതെങ്ങ് പണ്ടകശാലയും അഞ്ചുതെങ്ങ് കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. അടുത്തത് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. കലാപം നടന്നത് 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. കലാപത്തിന്റെ പ്രധാന കാരണം വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുമായിരുന്നു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കലാപം നടന്നത് 1721 ഏപ്രിൽ 15. കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. കലാപത്തിന്റെ പ്രധാന കാരണം വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടും. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് ഗീഫോർഡ്. 150ഓളം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ട അഞ്ചുതെങ്ങ് കോട്ട. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. അടുത്തത് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. ആരൊക്കെ തമ്മിലായിരുന്നു വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്നിവർ തമ്മിലായിരുന്നു വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്നിവർ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി.